ഇങ്ങനൊരു സിനിമ എടുക്കുമ്പോൾ ഇത് ഡൈജസ്റ്റ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, ഇത് കറക്റ്റായിട്ട് എത്താത്ത ആൾക്കാർ. എന്തുകൊണ്ടാണ് ഇവർ, അപ്പോൾ അവർക്കൊരു ഭാര്യയില്ലേ, കുട്ടിയുടെ ഇത് പിറ്റേ ദിവസമല്ലേ, പിന്നെന്തിനാണ് ഇവർ നടക്കുന്നത്? പക്ഷേ ഈ ഒരു ആ രാത്രി മുഴുവൻ ഇവർ മാത്രമാണ്, വേറെ ആരുമില്ല, ഇവരെ ലോകത്ത് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു കഥ പറയുമ്പോൾ എങ്ങനെ ഒരു, എനിക്ക് ചോദ്യം എങ്ങനെ എനിക്ക് മനസ്സിലായി. അല്ല, അത് ഒരു കാര്യം പറയാനുള്ള, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഞങ്ങളുടെയൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ട്, ഞങ്ങളുടെയൊക്കെ സ്ത്രീ സുഹൃത്തുക്കളുണ്ട്. അപ്പം ഇവരെല്ലാവരും ആക്ച്വലി ഇതിൻ്റെ നമ്മൾ ഈ ഡ്രാഫ്റ്റുകൾ കാണിച്ചിട്ടുള്ള ചർച്ചകളിലൊക്കെ പങ്കാളികളാണ്. അപ്പം ഒരിക്കലും ഇത് രണ്ടാണുങ്ങൾ മാത്രം ഇരുന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. മോറലിസ്റ്റ് ജഡ്ജ്മെന്റുകൾ ഞങ്ങൾ വലിയൊരളവ് വരെ നോക്കുന്നില്ല. കാര്യം അതിന്റെ പുറകെ പോയാൽ വലിയ പാടാണ്. അതെ അതെ. എന്ന് മാത്രമല്ല വളരെ സബ്ജക്റ്റീവ് ആണല്ലോ, പല പല കാര്യത്തിൽ റിസ്ക് ഉള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ആ രീതിയിൽ എടുത്തു. ഞങ്ങൾ ഓരോ സ്റ്റെപ്പിലും ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്ത് മുന്നോട്ട് പോയി. അത് ഈ പറയുന്നത് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ആയാലും അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഭാഗ്യമായിട്ടൊക്കെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും എൻഡ് റിസൾട്ട് വരുമ്പോഴും വളരെ ന്യൂനപക്ഷത്തിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഉയരുന്നത്. ഭൂരിപക്ഷത്തിന് ഇത് വളരെ ഈ പറഞ്ഞ വളരെ സ്വീകാര്യമായ ഒരു കാര്യമായി വരുന്നു എന്നുള്ളത് അത് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സർപ്രൈസിങ് ആണ്. ഞാനത് എക്സ്പെക്ട് ചെയ്തതല്ല. കുറെ കൂടി വിമർശനം കേൾക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഭൂരിപക്ഷം കണ്ടവരും അങ്ങനെ ഒരു ഇഷ്യൂ റേസ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ സർപ്രൈസിങ്ങും വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് അത്ര സർപ്രൈസിങ് അല്ലാത്തതിന് കാരണം അതിൻ്റെ ഒരു ആസെറ്റ് ടെസ്റ്റ് ഞാൻ നേരത്തെ നടത്തി. ഇപ്പം വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കാണുക, ആ ഒരു ജനറേഷൻ കാണുകയും ചെയ്യുമ്പോൾ അവർക്കും കുഴപ്പമില്ലെന്നായപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് എക്സ്ട്രാപ്ലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന്.